അന്നമനടയിൽ പഞ്ചായത്ത് ആംബുലൻസ് സമയത്ത് ലഭിക്കാത്തതിൽ വയോധികൻ മരിക്കാനിടയായ സംഭവത്തിൽ LDF പ്രതിഷേധം. പഞ്ചായത്തിലെ ഇടതംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. ഡ്രൈവറില്ല എന്ന കാരണത്താലാണ് ആംബുലൻസ് വിട്ടു നൽകാതിരുന്നത് എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. അന്നമനട പഞ്ചായത്തിലെ 8ാം വാർഡിൽ വാപ്പറമ്പിൽ ഇടശ്ശേരി മടയത്ത് ജോണിയാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടെ അന്നമനട പഞ്ചായത്ത് പരിസരത്ത് വെച്ചാണ് ജോണിക്ക് നെഞ്ചുവേദനയും ദേഹാസ്വാസ്ഥ്യവും നേരിട്ടത്. അതിനെ തുടർന്ന് പരിസരവാസികളെ അറിയിക്കുകയും അവർ 100 മീറ്റർ മാത്രം അകലെയുള്ള പഞ്ചായത്തിന്റെ ആംബുലൻസിനായി വിളിച്ചപ്പോൾ ഡ്രൈവറില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്നാണ് പറയുന്നത്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ആയുർവേദ ആശുപത്രിയിലെ സ്റ്റാഫിൻ്റെ ഭർത്താവ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒഴിഞ്ഞു വീഴുകയും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായി. നമ്മുടെ ആംബുലൻസ് അതിലെ ഡ്രൈവറും അതുപോലെ തന്നെ ഈ ആംബുലൻസ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. ആ സംവിധാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് രോഗിക്ക് കിട്ടില്ല എന്നുള്ളതാണ്. തുടർന്ന് ഒരു കാറിൽ അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 18 ലക്ഷം രൂപ വില വരുന്ന ആംബുലൻസ് നാട്ടുകാരനായ വ്യക്തിയാണ് പഞ്ചായത്തിന് നൽകിയത്. അക്കാലം 24 മണിക്കൂറും ആംബുലൻസ് സേവന സന്നദ്ധമായ സാഹചര്യവും ഉണ്ടായിരുന്നുവെന്ന് LDF നേതാക്കൾ പറയുന്നു. നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഈ മുറ്റത്ത് നടന്നത് നമുക്കൊക്കെ അറിയാം. ഇതിനു മുമ്പ് കോവിഡ് കാലത്ത് പോലും ഇതിനേലും സവിശേഷമായ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും അന്നമനടയിൽ ഒരു ദാരുണമായ ഇത്തരമൊരു മരണം ഉണ്ടായിട്ടില്ല. കോവിഡ് കാലത്ത് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും അന്നമനട പഞ്ചായത്തിലെ ഒരു രോഗിക്ക് പോലും ആംബുലൻസ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ഇത്രമാത്രം സൗകര്യങ്ങളുണ്ടായിട്ട് പോലും പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ ആംബുലൻസ് കിടക്കുന്നു. ആ ആംബുലൻസ് ഉണ്ടായിട്ട് പോലും രോഗിയെ യഥാസമയം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അന്നമനടയുടെ മുമ്പിൽ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതിൻ്റെ ഒറ്റ കാരണത്താലാണ് ഇന്ന് വെസ്റ്റ് കൊരട്ടിയിലെ ജോണിച്ചേട്ടൻ നമ്മുടെ ഈ അന്നമനട ആയുർവേദത്തിലെ സ്റ്റാഫായ മിനിച്ചേച്ചിയുടെ ഹസ്ബൻഡ് ദാരുണമായി മരണപ്പെടുന്നത്. അതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്നിവിടെ ഒരു പ്രതിഷേധം നടത്തുന്നത്. കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടുകൂടി നമുക്കിവിടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നത്. എന്നാൽ UDF ഭരണസമിതി അധികാരത്തിൽ എത്തിയ ആദ്യ യോഗത്തിൽ ആംബുലൻസ് ഡ്രൈവർ അടക്കം 3 പേരെ പുറത്താക്കി. കോൺഗ്രസ് ഭരിക്കുന്ന അന്നമനട സർവീസ് സഹകരണ ബാങ്കിന്റെ ആംബുലൻസിന് ലാഭമുണ്ടാക്കാൻ പഞ്ചായത്ത് ആംബുലൻസ് കട്ടപ്പുറത്തേക്കാക്കുകയാണ് ഉണ്ടായത് എന്നാണ് LDFന്റെ ആരോപണം. UDF ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ മകനും ഭർത്താവുമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗീകാരമില്ലാതെ ആംബുലൻസ് ഓടിക്കുന്നത്. വാഹനത്തിന്റെ കസ്റ്റോഡിയനായ സെക്രട്ടറി വാഹന പരിപാലനത്തിലോ നടത്തിപ്പിലോ കുറ്റകരമായ വീഴ്ചയാണ് നടത്തുന്നത് എന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഭരണസമിതിയുടെ വീഴ്ചയ്ക്കെതിരെ LDF പഞ്ചായത്ത് അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. TK ഗോപി, MU കൃഷ്ണകുമാർ, ML ബാബു, KK ബിനേഷ്, പ്രസീത മുരളി, ഷിജി ബിജി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള.